ഹലോ ഫ്രണ്ട്സ്, സമയം 6:15 അപ്പോൾ ഇന്ന് കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരം നന്നായിട്ട് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ എല്ലാം ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് നേരമൊന്നും നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ആപ്പവും സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ഒരു 8 മണി 8:30 ആയപ്പോൾ സമയത്ത് തന്നെ നമ്മൾ അത് ഒരവിടെ നിർത്തി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോണത് കോഴിക്കോട്ടിലേക്കാണ്. അപ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുന്നായിട്ട് നമ്മളൊരു റിവർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ചെറിയൊരു പാർക്കിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ കയാക്കിങ്, ബോട്ടിങ്, സിപ്പ് ലൈൻ, പിന്നെ റോപ്പ് സൗകര്യമുണ്ട്, ചെറിയൊരു പാർക്ക്. അപ്പോൾ ഇതിനെല്ലാം എക്സ്ട്രാ ഫീസാണ്. ഓരോന്നിനും തനിത്തനിയായിട്ടുള്ള പൈസയാണ്. പിന്നെ 3D അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കയറുന്നത് സിപ്പ് ലൈനിലേക്കാണ്. അപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയി അന്വേഷിച്ചു. അപ്പോൾ മക്കൾക്ക് രണ്ടാളും സിപ്പ് ലൈനിൽ പോകാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് 45 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉള്ളവർക്ക് മാത്രമേ സിപ്പ് ലൈനിൽ കയറാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് നമുക്ക് 300 രൂപ വരുന്നത്. അപ്പോൾ ഈ പുഴയുടെ മേലെ കൂടിയിട്ടാണ് നമ്മൾ ഈ പോണത്. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ സിപ്പ് ലൈനിൽ ഇരുന്നത് കൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ സിപ്പ് ലൈനിൽ കയറാമെന്ന് പറഞ്ഞിട്ട് കയറിയത്. അപ്പോൾ അവർ വെയിറ്റ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ആ ഒരു വെയിറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവർ നമുക്ക് കയറാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ സിപ്പ് ലൈനിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അവർ ഓരോ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരുന്നുണ്ട്. കാല് കൂട്ടി വെക്കണം, മുകളിൽ പിടിക്കണം. ചിലപ്പോൾ വെയിറ്റ് കുറവുള്ളത് കൊണ്ട് 45 കിലോ കൂടുതലാണ്. വെയിറ്റ് കുറവുള്ളത് കൊണ്ട് ഇടയിൽ ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പേടിക്കണ്ട, നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് വന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്, പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. വലിയ പേടിയൊന്നും തോന്നിയില്ല. നല്ല ഉഷാറായിട്ട് തന്നെ ഞാൻ സിപ്പ് ലൈനിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ കാലൊക്കെ കൂട്ടിയിട്ടതൊക്കെ കാലൊക്കെ വിട്ടുവിട്ടാ. നമ്മളാ കയറി കഴിയുമ്പോൾ തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതാ കയ്യൊക്കെ വിട്ടിട്ടാണ് ഞാൻ പോണത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ നല്ല ദൂരമുണ്ട് അത്യാവശ്യം. ഇതിൻ്റെ മുകളിൽ നിന്ന് അക്കരെ എത്തണം. അതേപോലെ അക്കരയിൽ നിന്നും അതേപോലെ തിരിച്ച് നമുക്ക് തിരിച്ചും പോരാ. അപ്പോൾ അവിടെ പോയിട്ട് ഇതാ നമ്മൾ തിരിച്ച് പോരുകയാണ്. ഇവിടെ എത്തിയതും നമ്മൾ വെയിറ്റിൻ്റെ ആ ഒരു പ്രോബ്ലം കാരണം അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം അവിടെ നിന്നു. അപ്പോഴത്തേക്കും ഇവരുടെ ആളുകൾ വന്നിട്ട് നമ്മൾക്ക് അതുപോലെ ഇട്ട് തന്നിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്.
റിവർ വേൾഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോണത് ചാലിയത്തിലേക്കാണ്. ഇത് കോമൺവെൽത്ത് ട്രസ്റ്റാണ്. മൊത്തം ഓട് ഇല്ലേ, ഓട് കമ്പനിയാ തോന്നുന്നു അല്ലേ. ഹാർബറൊക്കെ ഉണ്ടാവും. താഴെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ദൂരെ. നമ്മളിതാ ചാലിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓലിന് മേഞ്ഞ പോലെയുള്ള രണ്ട് സൈഡും സ്റ്റാളുകളാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കാണ് പോണത്. അപ്പോൾ ഈ കായലുകൾ തമ്മിൽ കടലുമായിട്ട് അടുക്കുന്ന ആ ഒരു സ്പോട്ട് കൂടിയാണിത്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ പോയി എത്തുമ്പോൾ തന്നെ ഒരു മണി 1:30 ആ ടൈം ആയിട്ടുണ്ട്. നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് താഴെ ഇറങ്ങാനോ ഒന്ന് നോക്കാനോ മൊത്തം ചൂട് കാരണം ഭയങ്കര ടയേർഡാവുകയാണ്. അപ്പോൾ കുടയൊക്കെ എടുത്തിട്ട് പോയി കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടുത്തെ സ്റ്റാളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഉച്ച സമയത്ത് ആയതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്നും ഇവിടുത്തെ സ്റ്റാളുകൾ തുറക്കാറില്ല. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ടൂറിസ്റ്റുകളുടെ തിരക്ക് കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവയെല്ലാം തുറന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ സമയത്ത് കാണാൻ നല്ല രസമാണ്. എവിടെ ചാലിയ ചാലിയ ഇതിനകത്തേക്ക് നമ്മൾ വാഹനങ്ങൾ പ്രവേശനം ഇല്ല കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി നടന്ന് നോക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ രണ്ട് സൈഡും, ഒരു സൈഡ് നമ്മൾ ഈ സ്റ്റാളുകളും മറ്റേ സൈഡ് നമ്മൾ കടലും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാറ്റും വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബേപ്പൂര് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ആക്കാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ആ മറ്റേ അറ്റം വരെ ഒന്ന് നടന്നിട്ട് ഒന്ന് കാണാമെന്ന് വെച്ച് മൊത്തം ഒന്ന് നടന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞത് നമ്മൾ നേരെ പോണത് ബേപ്പൂരിലേക്കാണ്. അപ്പോൾ നമ്മൾ ജങ്കാർ വഴിയാണ് ബേപ്പൂരിലേക്ക് പോയത്. അപ്പോൾ ഇതാ നമ്മൾ ജങ്കാറിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കാറിൻ്റെ പേര് ചോദിച്ചു. 60 രൂപയാണ് എക്സ്ട്രാ. അതിലിരിക്കുന്ന ആളുകൾക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 60 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കാറ് റിവേഴ്സിലേക്ക് ഇട്ട് ലൈനാക്കി നിർത്തി വെച്ചിരിക്കുകയാണ് മറ്റുള്ള വാഹനങ്ങളോടൊപ്പം.
അപ്പോൾ ഇതാ ജങ്കാറിൽ മറ്റു വാഹനങ്ങളൊക്കെ വന്ന് ഇറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ കാറും കയറ്റുന്നതാണ്. ഞങ്ങളുടെ കാറ് വരുന്നുണ്ട്. ബാക്കിൽ പോകും. അപ്പോൾ അതേ നമ്മൾ ചാലിയത്തിനോട് വിട പറഞ്ഞ് ബേപ്പൂരിലേക്ക് ജങ്കാറിൽ നമ്മുടെ കാറും കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞ് ബേപ്പൂര് പോയി കഴിഞ്ഞ് അവിടെയുള്ള കാഴ്ചകളും കൂടി നമുക്ക് കണ്ടു നോക്കാം. അവിടെ നിന്ന് നടക്കണം കാണുന്നുണ്ട്. എന്താണ് കൈവിട്ടിട്ട് പോണ്ടാട്ടാ. അപ്പതേ നമ്മൾ ജങ്കാറിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബേപ്പൂര് സുൽത്താൻ്റെ നാടായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാർട്ടൂൺസുകളൊക്കെ ഈ മതിലിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബേപ്പൂരിലാണിപ്പോൾ. അപ്പോൾ ബേപ്പൂരിലെ അടിപൊളി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ.